നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന നമ്മുടെ സോഫ്റ്റ് വിൻറ്ററിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് ബൈങ് സെല്ലിങ് ആകാം. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡേർഡ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഓപ്ഷൻ്റെ ചാർട്ടാണ്. പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ 24,300 ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് ഈ റൺ ചെയ്യുന്നത് 404. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് സിഗ്നൽസ് തരുന്നത്. അതിനൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചാർട്ടിൻ്റെ വ്യൂ വെച്ച് ഇതിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. നോക്കി അറിയാം, നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു നടന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ട്രേഡ് രാവിലെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് വന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൂടുതൽ നമുക്ക് ലോസ് ഉണ്ടാകുന്ന വെച്ചാൽ ഓവർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്തരത്തിലൊരു നല്ലൊരു ട്രേഡ് നമുക്ക് മോർണിംഗിൽ തന്നെ കിട്ടിയാലും ഈ ഒരു ട്രേഡ് മാത്രം മതിയാവും നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചു തരും. അതിനൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഗ്രീൻ കളറിലെ അപ്പാരാണ് നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള സിഗ്നൽ. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 24,300 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ്. നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ ചാർട്ട് ഇതുപോലെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഓടത്തോടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് ഇന്ന മണി അഞ്ച് മണി ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. അവിടെ നമുക്ക് ആ ഒരു ചാർട്ടിനകത്ത് ഇതുപോലെ ബൈസിക്കിൾ കാണിച്ചു കഴിഞ്ഞാൽ കയറി ഡയറക്റ്റ് എടുക്കല് ജസ്റ്റ് ആ ഒരു കൺഫർമേഷൻ പാർട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ. ആരോ വന്ന ശേഷം പ്രൈസ് ഇവിടെ എന്തായിരിക്കണം, ബൈസോണെന്ന് തന്നെ എഴുതി കാണിക്കണം. ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാറാണ്. നമ്മൾ ആക്ച്വലി സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. നമുക്ക് സിഗ്നൽ വന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലല്ല. അപ്പം നമ്മൾ സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി ചെയ്യേണ്ടത്. കാരണം ഞാൻ പറഞ്ഞ 217.15 അതിലാണ് നമുക്ക് സോഫ്റ്റ് ബൈ കാണിച്ചു തന്നിരിക്കുന്നത്. ആ ഒരു ബൈ പോയിന്റ് സെക്കൻഡ് ക്യാൻഡിലെ ഓപ്പണിംഗ് പ്രൈസാണ്. അതായത് ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ എൻട്രി ചെയ്യാം. താഴത്തെ ബാർ, ഈ സെക്കൻഡ് ക്യാൻഡിലെ താഴത്തെ ബാർ എന്ന് നോക്കിയാൽ അത് ഗ്രീൻ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. ഇൻ കേസ് അവിടെ താഴത്തെ ഗ്രീൻ അല്ലെങ്കിലും 2 or 3 ക്യാൻഡിലിന് ശേഷം ഗ്രീൻ ആയാലും കുഴപ്പമില്ല, നമുക്ക് എൻട്രി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 217.15 സോഫ്റ്റ് നമുക്ക് എൻട്രി കാണിച്ചു തന്നാൽ. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് റോഡ് ഇടുമ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാകാം. എൻട്രി എടുക്കുക, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് നോക്കുക. സോഫ്റ്റ് തന്നെ ഇവിടെ എക്സിറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. 238, 56, 73 3 ടാർഗറ്റാണ്. ഈ ടാർഗറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറേണ്ടത്. ഇത് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം ഇപ്പോൾ ഇത്തരത്തിലുള്ള ട്രെൻഡെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ അതിനാണ് സോഫ്റ്റ് അവിടെ ഒരു എക്സിറ്റ് തന്നിരിക്കുന്നത്. ആ എക്സിറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ട്രെൻഡ് വരുന്ന ദിവസം എന്ന് വെച്ചാൽ നമുക്ക് റീ എൻട്രി ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത ശേഷവും മാർക്കറ്റ് ഇതുപോലെ ട്രെൻഡി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് സ്റ്റാർ കണ്ടോ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ആ റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് റീ എൻട്രി ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനത്തെ ഉള്ള ട്രെൻഡി മാർക്കറ്റിൽ നമുക്ക് രണ്ടാമത് ഒരു പൊസിഷനിൽ റീ എൻട്രി ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന. നിങ്ങൾക്ക് ലൈവായിട്ടൊരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതിനകത്ത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഇത് പറഞ്ഞു തരും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് എക്സിറ്റ് ലെവൽ എല്ലാം തരുന്നതാണ്. നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു ലെവൽ വരുമ്പോൾ നമ്മൾ എക്സിറ്റ് കൊടുക്കണം. അതുപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് എടുത്താൽ മാത്രമേ ഇനി കയറാൻ പറ്റുള്ളൂ. രണ്ടാമത് ഇനി ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം എടുത്തേച്ചാൽ മതി. ഞാൻ 24,300 സ്ട്രൈക്ക് എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി നമ്മൾ എപ്പോഴും അണ്ടർലൈൻ അസറ്റിനെ ചെക്ക് ചെയ്യണം. അപ്പോൾ അണ്ടർലൈൻ അസറ്റിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ സെല്ല് വന്നു. ഇവിടെ പ്രൈസ് കാണിച്ചിട്ടില്ല. ഈ ലെവൽ അനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് എടുക്കാം. ഈ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ 24,232 സോഫ്റ്റ്വെയറുടെ സെല്ല് കാണിച്ചത്. അപ്പം നമ്മൾ അതനുസരിച്ചുള്ള ഏത് സ്ട്രൈക്ക് എടുക്കാം. അപ്പോൾ ഈ ലെവൽ ഇവിടെ ഡിസ്പ്ലേ വരുമ്പോൾ നേരെ നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചൂസ് ചെയ്യാവുന്ന ഇതൊക്കെ. അപ്പോൾ കൂടുതൽ അറിയാനോ പഠിക്കാനോ താല്പര്യമുണ്ടോ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.